കാച്ചിൽ പഴമയുടെ ഗന്ധവും കൈത്തിരിനാദവും മതസൗഹാർദ്ദവും സാംസ്കാരിക സമൃദ്ധിയും ഒത്തുചേർന്ന് ചേന്നമംഗലം പഞ്ചായത്ത്. നമുക്കിന്ന് ചേന്നമംഗലം പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് ചേന്നമംഗലം. എറണാകുളം ജില്ലയിലെ പറവൂർ ബ്ലോക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ചേന്നമംഗലം. കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ചേന്നമംഗലം. കേരളത്തിൽ അപൂർവമായ ജൂത കോളനികളിൽ ഒന്ന് ചേന്നമംഗലത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പാലിയത്തച്ഛൻ്റെ ആസ്ഥാനമായ പാലിയംകുന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കൊച്ചിരാജാവിൻ്റെ ഒരു സാമന്തനായിരുന്നു വില്ലാർവട്ട രാജാവ് എന്നും അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു ഇടപ്രഭുവായിരുന്നു പാലിയത്തച്ഛൻ എന്നും സി അച്യുതമേനോൻ കൊച്ചി സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നു. ചൂർണമംഗലം അഥവാ ജയന്തമംഗലം ലോപിച്ച് ചേന്നമംഗലമായതാണെന്ന് എറണാകുളം ജില്ലാ ഗസറ്റിയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ചേന്നമംഗലം എന്ന പേര് തമിഴ്നാട്ടിൽ ഉണ്ടെന്ന കാരണം ചൂർണമംഗലം അല്ല കാരണം എന്ന നിഗമനത്തിലെത്താൻ സ്ഥലനാമോൽപ്പത്തി ചിത്രകാരൻ VVK വാലത്ത് ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിഗമനപ്രകാരം ചേന്നമംഗലം എന്ന പേര് ലോപിച്ചിട്ടില്ല എന്നും ജയന്തൻ എന്ന പേരിൻ്റെ പാലി രൂപമായ ചേന്നൻ തന്നെയാണ് പേരിനുൽപ്പത്തി എന്നുമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചേന്നമംഗലത്തിന് തമിഴ് സംഘകാലത്ത് പല്ലാൻ കുണ്ട്രം എന്നു പേരുണ്ടായിരുന്നു. പാലാത്തുരുത്ത്, തെക്കുംപുറം, കിഴക്കുംപുറം, മനക്കോടം, കരിമ്പാടം, കൂട്ടുകാട്, വടക്കുംപുറം, കൊച്ചങ്ങാടി, തെക്കേത്തുരുത്ത്, കടൽവാത്തുരുത്ത്, ഗോതുരുത്ത്, ചാത്തേടം, കുറുമ്പത്തുരുത്ത്, കഞ്ഞവരാത്തുരുത്ത്, CP തുരുത്ത്, വലിയ പഴമ്പിള്ളിത്തുരുത്ത്, മാട്ടുപുറം എന്നീ ചെറിയ പ്രദേശങ്ങൾ കൂടി ചേർന്നതാണ് ചേന്നമംഗലം ഗ്രാമം. ജലത്താൽ ചുറ്റപ്പെട്ട ചേന്നമംഗലത്ത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യമൊരുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചുവെന്ന് പ്രസിഡന്റ് ലീന വിശ്വൻ പറഞ്ഞു. ഇപ്പോൾ കോവിഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മൾ ജനങ്ങളെല്ലാം വീട്ടിലിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതിനുശേഷം ഈ ഭരണസമിതി 2020 ചാർജ് എടുത്തതിന് ശേഷം ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ളതിന് മെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിന് പഞ്ചായത്ത് ഏറ്റവും പ്രാധാന്യത്തിൻ്റെ ഗ്രാമവണ്ടി നമ്മളുടെ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഗ്രാമവണ്ടി 2021 നമ്മൾ ചേന്നമംഗലം പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതാണ് ആദ്യത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ നമുക്കതോടുപോലെ തന്നെ നമ്മുടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഓടുന്നൊരു വാർഡുണ്ടായിരുന്നു, കുറുമ്പത്തിരുത്തുന്നൊരു വാർഡ്. ആ വാർഡിൽ ശരിക്കും ഈ ജനങ്ങൾക്ക് സാധാരണ ബോട്ട് മാർഗമാണ് പോയിരുന്നത്. ആ ബോട്ട് സർവീസ് ഈ പറയുന്ന കാലം കൊണ്ട് കോവിഡോടുകൂടി ആ ബോട്ട് സർവീസ് മുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ ലാഭമില്ലാത്തത് കൊണ്ട് ബോട്ട് നടത്താൻ കഴിയാത്തതുകൊണ്ട് അവിടെയും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ബോട്ടിന് നമ്മൾ 1000 രൂപ ഡീസൽ അടിക്കുന്നതിനും ഒരാളുടെ സർവീസ് ചെയ്യുന്നതിന് 730 രൂപ മുടക്കിക്കൊണ്ട് ഒരു വർഷം 6,15,000 20,000-ഓളം രൂപ നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് ചിലവാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു യാത്രാക്ലേശം കൂടി നമ്മൾ പരിഹരിക്കുകയുണ്ടായി. കൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ കാണാൻ കഴിയുന്നത് ഈ പഞ്ചായത്തിലൊരു ടേക്ക് എ ബ്രേക്ക്, ഒരു പൊതു ശൗചാലയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി അത് KSRTCയുടെ ഒരു 3 സെൻറ്റ് സ്ഥലം ഇവിടെ വർഷങ്ങളായിട്ട് 19 വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അത് സർക്കാരിൽ നമ്മൾ പോയി നിരന്തരമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ആ സ്ഥലം നമുക്ക് വിട്ടുകിട്ടുകയും ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് 15 ലക്ഷം രൂപ വെച്ചിപ്പോൾ അത് ടേക്ക് എ ബ്രേക്കിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഞങ്ങളതിൻ്റെ ഉദ്ഘാടനം നടത്താനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് DTPC എന്ന് പറഞ്ഞ ഒരു 25 സെൻറ്റ് സ്ഥലം നമുക്ക് സർക്കാരിൽ കൈമാറി ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 2010 സമയങ്ങളിൽ തുടങ്ങി നിശ്ചലമായിട്ട് ദുരുപയോഗപ്പെടുന്ന ഒരു അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഇടമായിട്ട് മാറിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അത് നല്ല കോട്ടയക്കോലം ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ടൂറിസത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കാഴ്ചയുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു.
അപ്പോൾ അതും സർക്കാരിൽ നിന്ന് നമ്മൾ പഞ്ചായത്തിലേക്ക് വാങ്ങിയിട്ട് അവിടെ ഇപ്പം നമ്മൾ ഫണ്ട് വെച്ചിട്ട് അവിടെ ഒരു വയോജന പാർക്കോ അങ്ങനെ പൊതുജനങ്ങൾക്ക് നല്ല സൗഹൃദമായിട്ടുള്ള ഒരിടം, അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വരാനും നമ്മുടേതായ പ്രവർത്തനങ്ങൾ നടത്താനും നമ്മളത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് കൊണ്ടുവന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 2005-10 കാലഘട്ടങ്ങളിൽ, ഞാൻ 2010, 15, 20, 25 3 ടേമായിട്ട് അടുപ്പിച്ചുള്ളൊരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊരു 30 സെൻറ്റ് ഭൂമി SC ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഭൂമി വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഭൂമിയില്ലാത്ത SC കുടുംബങ്ങൾക്ക്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥലം നിർണയം നടത്തി 3 സെൻറ്റായിട്ട് തിരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ ഭരണസമിതി പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സ്ഥലം കൊടുക്കാനായിട്ട്, അതായത് ഒരു സ്വപ്നമുള്ള സ്ഥലം, അതിനുള്ള സാക്ഷാത്കാര പ്രവർത്തനങ്ങൾ കൂടി പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഏതാണ്ട് 50 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് സഹകരിച്ചുകൊണ്ട് നമ്മുടെ പൊതു പൈപ്പ് ലൈൻ മാറ്റാൻ വേണ്ടി, ഏറ്റവും പൈപ്പ് നല്ല ഫോഴ്സിൽ വിടുകയാണെങ്കിൽ പൈപ്പ് പൊട്ടുന്ന ഒരു സ്ഥിരം സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പൈപ്പ് മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നടന്നു വരികയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാര്യക്ഷമമായി ഇടപെട്ടു. കുടുംബശ്രീയിലൂടെ വനിതകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നടപ്പാക്കി. വയോജനങ്ങളെ പരിപാലിക്കുന്നതിൽ ഈ ഭരണസമിതി കൂടുതൽ ശ്രദ്ധ നൽകിയെന്നും ലീന വിശ്വൻ പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയാണ് ഒരു 5 കോടി പാലം സ്കൂളിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ UP സ്കൂളിന് 3 ഗവൺമെൻറ് സ്കൂളുകളാണുള്ളത്. രണ്ടിനും 5 കോടിയുടെ ഒരു നല്ല കെട്ടിടം, 1 കോടിയുടെ UP സ്കൂളിനുള്ള കെട്ടിടവും വന്നിട്ടുണ്ട്. അവിടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവിടെ പൊതുവായിട്ടുണ്ടായിരുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ആ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് കാനകളും അവിടെ വെള്ളക്കെട്ടിനുള്ള പരിഹാരമായിട്ടുള്ള മണ്ണടിച്ച് വൃത്തിയാക്കുന്ന പരിപാടിയും കൂടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രവർത്തനം പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമ്മുടെ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ലബോറട്ടറി, അതിന് അവിടെ നമ്മളൊരു 3 ഡോക്ടർ വേണമെന്ന് പറയണം. പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഒരു ഡോക്ടർ 12 മണി മുതൽ 6 മണി വരെ സേവനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ സംസ്ഥാനത്ത് ഫണ്ടാണ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ലാബിലെ പ്രവർത്തനത്തിലും നമ്മൾ വളരെ നല്ല രീതിയിൽ 7 മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിൽ ലാബ് നടക്കുന്നുണ്ട്. പിന്നെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നുള്ള മെയിൻ വിഷയം അത് ഇപ്പോഴും ബസ് റൂട്ടില്ലാത്ത റോഡുകളിൽ കൂടി ബസ് അനുവദിക്കുന്ന ഇതിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ചാലിപ്പാല റൂട്ടിൽ ബസ് ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ബസ് റൂട്ട് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ സ്കൂളുകൾക്ക് മെച്ചപ്പെട്ട സംവിധാനത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏത് ടോയ്ലറ്റ് ആണെങ്കിലും അതുപോലെ അവരുടെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ സ്കോളർഷിപ്പ്, പിന്നെ നമുക്കിവിടെ ബഡ്സ് സ്കൂളുണ്ട്, BRC സ്കൂളുണ്ട്. അതുകൊണ്ട് 38ഓളം കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾക്ക് ഒരു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് യൂണിഫോം പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതിന് യൂണിഫോമൊക്കെ തയ്ച്ചു കഴിഞ്ഞു. പിന്നെ സ്പോർട്സ് കിറ്റ്, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതകൾക്ക് വനിതാ കലോത്സവം നമ്മൾ നല്ലൊരു ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് സൗഹൃദം സദസ്സ് എന്ന് പറഞ്ഞ പേരിൽ വയോജന സൗഹൃദ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്തവണ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു ദിവസം ടൂർ കൊണ്ടുപോകാനുള്ള പരിപാടി കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ചേന്ദമംഗലം കൈത്തറി മേഖലയിലൂടെ കൂടുതൽ സഹായങ്ങൾ എത്തിക്കുവാനും കൈത്തറി മേഖലയിൽ വികസനം എത്തിക്കുവാനും സാധിച്ചതായി ലീന വിശ്വൻ കൂട്ടിച്ചേർത്തു. ഗതാഗത യോഗ്യമല്ലാത്ത തകർന്ന റോഡുകൾ, യാത്രാ സൗകര്യമില്ലായ്മ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഭരണസമിതി പറഞ്ഞ വാദങ്ങളെ ഖണ്ഡിക്കുന്നത്. ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ചേന്ദമംഗലം മതേതരത്വം വിളയുന്ന മണ്ണാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ മതക്കാരുടെ ആരാധനാലയങ്ങൾ തൊട്ടുരുമി നിലനിൽക്കുന്ന ഇടം. രാഷ്ട്രീയ ദിശാബോധം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ജനവിഭാഗം ജീവിക്കുന്ന ഇടം. ഇവിടത്തെ നാളെകളെ കരുപിടിപ്പിക്കാൻ, ചരിത്രത്തിൽ തുന്നിച്ചേർക്കാൻ തെരഞ്ഞെടുപ്പിനെ അവർ കാത്തിരിക്കുകയാണ്.
ചരിത്രമുറങ്ങുന്ന ചേന്നമംഗലം അതിൻ്റെ പൈതൃകം നഷ്ടപ്പെടുത്താതെയുള്ള വികസനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.